ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സുധിയുടെ ജീവിതത്തിൽ ഒരു പ്രധാന സംഭവം നടക്കാൻ പോവാണ്. വേറൊന്നുമല്ല, സുധീനെ ബിസിനസ് മാൻ ആക്കിയ ഷോപ്പാണല്ലോ നമ്മുടെ ചന്ദ്രമതി ഹോം അപ്ലയൻസസ്. അത് GST ഒന്നും അടക്കാത്തതുകൊണ്ട് പൂട്ടിപ്പോകാൻ പോകുന്ന ഒരു എപ്പിസോഡാണ് ഉടനെ വരാൻ പോകുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, GST ഓഫീസിൽ നിന്നും സുധിക്ക് ഒരുപാട് നോട്ടീസൊക്കെ കിട്ടിയിട്ടും സുധി അത് മൈൻഡ് ചെയ്യുന്നില്ലേ. ശ്രുതി ചോദിക്കുന്ന ടൈമിലും സുധി പറയുന്നുണ്ട്, അത് ഇപ്പോൾ ഓണർ ഞാനല്ലല്ലോ, അച്ഛനില്ലേ, അപ്പോൾ അച്ഛൻ പണം അടക്കട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കട്ടെ, കട പൂട്ടിപ്പോയാലും എനിക്ക് കുഴപ്പമില്ലെന്നൊക്കെയാണ് ശ്രുതി പറയുന്നത്. അപ്പോൾ ശ്രുതി ചീത്ത പറയുന്നുണ്ട്. ശ്രുതി എന്തൊക്കെയായി പറയുന്നത്? കട നമ്മുടെ കടയാ, അച്ഛൻ്റെ കടയോ? ആ കട പൂട്ടിപ്പോവാണ്ടിരിക്കാണ്ട് നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ശ്രുതി എങ്ങനെയെങ്കിലും ഈ പൈസ അടക്കണമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല ശ്രുതി, നീ നിൻ്റെ അച്ഛനോട് ചോദിക്കുമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുവേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഹോ, നിൻ്റെ അച്ഛൻ മരിച്ചുപോയത് ഞാൻ പെട്ടെന്ന് മറന്നുപോയി ശ്രുതി, നിൻ്റെ ഇളയച്ഛനോട് എത്രയും പെട്ടെന്ന് കുറച്ച് പൈസ അയച്ചുതരാൻ പറ, അതേ ഉള്ളൂ ഇതിനൊരു വഴി എന്ന് പറഞ്ഞിട്ട് ശ്രുതി പോവാണേ. അങ്ങനെ ശ്രുതിയും ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുവാണ്, കാരണം ഈ GST അടിച്ചില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണല്ലോ. അങ്ങനെ ഒരു ദിവസം ഷോപ്പിൽ ശ്രുതിയും കൂടി നിൽക്കാൻ നേരത്തെ 3 ഓഫീസർമാർ വരുവാണേ. അപ്പോൾ ശ്രുതിക്ക് ഇവരെ കാണുമ്പോഴേക്കും ആരാണോ എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല, GST ഓഫീസറാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്തോ മേടിക്കാൻ വന്ന ആൾക്കാരാണെന്ന് ഓർത്തിട്ട് ശ്രുതി പോയി ചോദിക്കുന്നുണ്ടേ, സാർ നിങ്ങൾക്ക് എന്താ വേണ്ടത്, എന്ത് പർച്ചേസ് ചെയ്യാനാണ് വന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അവർക്ക് ദേഷ്യം വരുവാണേ. നിങ്ങൾക്ക് ഞങ്ങളെ കണ്ട് മനസ്സിലായില്ലേ, ഞങ്ങൾ GST ഓഫീസിൽ നിന്നും വരുവാന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതിയുടെയും മുഖം അങ്ങോട്ട് മാറുവാണ്. അവർ പറയുന്നുണ്ടേ, നിങ്ങൾ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുമ്പോഴേക്കും GSTയും കൂടി ആഡ് ചെയ്തിട്ടല്ലേ സെയിൽ ചെയ്തത്, എന്നിട്ട് ആ തുക എന്താ ഗവൺമെൻറ്റിന് അടക്കാത്തതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അത് പിന്നെ സാർ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ഇവർ പറയുന്നുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നോ, നിങ്ങളുടെ പേഴ്സണൽ വിഷയമൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട, പ്രോഡക്റ്റ് സെയിൽ ചെയ്തപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് GSTയും കൂടി നിങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഗവൺമെൻറ്റിന് അടക്കേണ്ട തുകയാണ്, ലാസ്റ്റ് മന്ത് അത് അടക്കേണ്ടതായിരുന്നു, നിങ്ങൾ എന്താ അടക്കാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് ഇവർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. ശ്രുതിയും ഇങ്ങനെ മിണ്ടാതെ നിൽക്കുവാണ്. നിങ്ങൾക്ക് എന്തോരം നോട്ടീസ് ഞങ്ങൾ ഇതും പറഞ്ഞ് അയച്ചായിരുന്നു, ഒരു റിപ്ലൈയും പോലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇല്ലായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അത് പിന്നെ സാർ ഞാൻ പെട്ടെന്ന് മറന്നുപോയി അതിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴേക്കും ഇവർ വീണ്ടും ചീത്ത പറയുന്നുണ്ട്, മറന്നുപോയിന്നോ, നിങ്ങൾ പഠിച്ചൊരു വ്യക്തിയല്ലേ എന്ന് പറയുമ്പോഴേക്കും അതേ സാർ എനിക്ക് 8 ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോക്കറ്റിലുള്ള കാർഡ് എടുത്ത് കാണിക്കാൻ പോവാണ് ശ്രുതി. ഇത്രയും ഡിഗ്രിയൊക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യം, GST അടക്കണം എന്നുള്ളൊരു കാര്യം പോലും നിങ്ങൾക്ക് അറിയില്ലല്ലോ, നോട്ടീസ് അയച്ചിട്ട് റിപ്ലൈ ഇല്ല, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കട സീൽ ചെയ്ത് പോകാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്കും ഭയങ്കര ഷോക്കാവുകയാണ്. എന്താ സാർ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോഴേക്കും അവർ പറയുന്നുണ്ട്, പിന്നെ GST അടച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ് നിങ്ങൾ പറയുന്നത്, ഞങ്ങൾക്ക് ഇപ്പം തന്നെ ഈ കട സീൽ അടിച്ച് പൂട്ടണം, എല്ലാവരോടും പുറത്ത് പോകാൻ പറ, പൈസ അടച്ചതിന് ശേഷം മാത്രം ഇനി നിങ്ങൾക്ക് ഈ കട ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇവർ പറയുവാണ്. ശ്രുതി അപ്പോൾ ഭയങ്കര സങ്കടത്തിൽ പറയുന്നുണ്ട്, സാർ ഞാൻ ഈ ശ്രുതിയുടെ ഭാര്യയാണ്, ഞങ്ങൾ എല്ലാ മാസവും കറക്റ്റായിട്ട് GST അടക്കാറുള്ളതാണ്, പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ കുറേ അധികം പ്രശ്നങ്ങളിലായിരുന്നു, 30 ലക്ഷം ഒരാളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പറ്റിക്കപ്പെട്ടു സാർ, അതിൻ്റെ കുറേ ഓട്ടത്തിൻ്റെ കാര്യത്തിൻ്റെ ഇടയിൽ ഇത് മറന്നുപോയി എന്ന് പറയുമ്പോഴേക്കും ഇവർ പറയുന്നുണ്ട്, അതൊക്കെ ഒരു റീസൺ ആണോ, GST അടച്ചില്ലെങ്കിൽ ഞങ്ങൾ സീല് വെച്ച് പൂട്ടുക തന്നെ ചെയ്യും, ഞങ്ങൾ അത് പൂട്ടാൻ വേണ്ടി തന്നെയാണ് വന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പലിശ സഹിതം അടക്കാനുള്ള തുക ഇപ്പം തന്നെ അടക്കണം എന്ന് പറയുവാണ് ഇവർ. ഞാൻ ആരെയും പറ്റിക്കാൻ വേണ്ടിയൊന്നും ചെയ്തിട്ടില്ല സാർ, ഞങ്ങൾക്ക് കുറച്ച് സമയം തരണം, എന്തായാലും ഞങ്ങൾ ആ പൈസ തുക അടച്ചോളാം എന്നൊക്കെ ശ്രുതി പറഞ്ഞ് അപേക്ഷിക്കുവാണേ. അപ്പോഴേക്കും ഇവർ ഓഫീസർമാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. ശ്രുതി തുടർന്നുകൊണ്ടിരിക്കുവാണ്, 30 ലക്ഷം അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ പറ്റിക്കപ്പെട്ടിരിക്കുവാണ് സാർ, ഇനിയിപ്പോൾ ഈ കടയിൽ ഇപ്പോൾ കസ്റ്റമേഴ്സൊക്കെ ഉണ്ട് സാർ, ഈ കട ഒന്ന് സീൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടെ ഞങ്ങളുടെ ബിസിനസ്സും നഷ്ടത്തിലാകും, ഒരാളും ഞങ്ങളുടെ ഷോപ്പിൽ കയറത്തില്ല, ഞങ്ങളുടെ ബിസിനസ്സിനെ അത് ബാധിക്കും, പിന്നെ ഞങ്ങളുടെ ജീവിതം തന്നെ താറുമാറാകും എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അപേക്ഷിക്കുവാണ്. കുറച്ച് സമയം ഞങ്ങൾക്ക് തരണം സാർ, എന്തായാലും ആ പൈസ ഞങ്ങൾ അടക്കുമെന്ന് ശ്രുതി പറയുമ്പോഴേക്കും ഇവർ പറയുന്നുണ്ട്, നിങ്ങൾ എത്രയും വേഗം 3 ലക്ഷം രൂപ അന്ന് അടക്കാൻ നോക്കണം, 30 ലക്ഷം രൂപ പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ഇളവ് തരുന്നത്, 3 ലക്ഷം എത്രയും വേഗം അടക്കണം, അല്ലെങ്കിൽ സീലടിച്ച് പൂട്ടാതെ ഞങ്ങൾക്ക് വേറൊരു വഴിയില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി വീണ്ടും പറയുന്നുണ്ട്, 2 ദിവസത്തിനുള്ളിൽ കെട്ടിയാൽ പോരെ എന്ന് പറയുമ്പോഴേക്കും ഇവർ സമ്മതിക്കുന്നില്ലേ, അതൊന്നും പറ്റില്ല, ഇപ്പം തന്നെ കെട്ടണം, അല്ലെങ്കിൽ ഞങ്ങൾ സീലടിക്കും എന്ന് അവർ വീണ്ടും ആവർത്തിക്കുവാണ്. ശ്രുതി കുറേ നേരം ഇങ്ങനെ ആലോചിച്ച് നിന്നതിന് ശേഷം അവരോടായിട്ട് പറയുന്നുണ്ട്, സാർ എന്നാൽ എനിക്കൊരു 3-4 മണിക്കൂർ സമയമെങ്കിലും തരണം എന്ന് പറയുമ്പോഴേക്കും ഓഫീസർമാർ പറയുന്നുണ്ട്, ശരി 4 മണിക്കൂർ സമയം തരാം, അതിനുള്ളിൽ ഈ തുക നിങ്ങൾ അടച്ചില്ലെങ്കിൽ, കൊണ്ടുവന്ന് തന്നില്ലെങ്കിൽ സീൽ എന്തായാലും ഞങ്ങൾ വെക്കും, 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ട് ഇവർ പുറത്തോട്ട് പോവാണ്. ഓഫീസർമാർ കടയിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം ശ്രുതിയും കൂട്ടി മാറി നിന്ന് ഒരുപാട് ചീത്തയൊക്കെ പറയുന്നുണ്ട്. ശ്രുതിക്കിപ്പോൾ സമാധാനമായില്ലേ, കട സീല് വെച്ച് പൂട്ടും അവർ പറഞ്ഞു പോയത്, പിന്നെ അങ്ങനെ പൂട്ടിക്കഴിഞ്ഞാൽ അതിലും വലിയ അപമാനം ഞങ്ങൾക്ക് ഉണ്ടാകാനില്ല, പിന്നെ പൈസ കൊടുത്ത് തുറന്നു കഴിഞ്ഞാലും നമ്മുടെ ബിസിനസ് പൂട്ടിയതിന് തുല്യം തന്നെയാണ്, തുറന്നിട്ടും ഒരു കാര്യമില്ല എന്നൊക്കെ ശ്രുതി പറഞ്ഞ് ചീത്ത പറയുവാണ് ശ്രുതിയെ.
ശ്രുതിക്ക് ആ നോട്ടീസ് വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞൂടായിരുന്നോ എന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്. അത് പിന്നെ ശ്രുതി ഞാൻ മറന്നുപോയി എന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് ഒന്നുകൂടെ ദേഷ്യം വരുവാണ്. മറന്നുപോയെന്നോ? അതിന് മാത്രം എന്താ ശ്രുതി ഈ ആലോചിച്ച് കൂട്ടുന്നത്? ഇക്കാര്യമൊക്കെ ഓർത്തിരിക്കേണ്ട കാര്യമല്ലേ ശ്രുതി? ഉടനെ 3 ലക്ഷം കെട്ടില്ലെങ്കിൽ നമ്മുടെ കട അവർ സീല് വെച്ച് പൂട്ടും. പിന്നെ വീട്ടിലും നാണം കെട്ട് നമ്മൾ നിൽക്കേണ്ടി വരും. അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്. ഉടനെ 3 ലക്ഷത്തിന് നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ആലോചിക്കുവാണ്. അക്കൗണ്ടിലാണെങ്കിൽ ഇത്രയും കാശുമില്ല, ആരോട് നമ്മൾ കടം ചോദിക്കും ശ്രുതി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്. ഞാൻ ആലോചിച്ചിട്ട് എന്ത് വേണമെങ്കിലും എന്താന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവാണ് ശ്രുതി. ശ്രുതി നേരെ അമ്മയെ വിളിച്ചിട്ട് വിവരം പറയുവാണ്. അമ്മേ, എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്. എത്രയും പെട്ടെന്ന് ഞാൻ അമ്മേനെ ഏൽപ്പിച്ച ആ കുറച്ച് സ്വർണ്ണങ്ങളൊക്കെ ഇരിപ്പില്ലേ, അതുമായിട്ട് മീരയുടെ വീട്ടിലോട്ട് വരണം എന്ന് പറയുമ്പോഴേക്കും അമ്മ ചോദിക്കുന്നുണ്ട്. എന്താ മോളെ, എന്ത് പറ്റി, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ പറയാം, അമ്മ എത്രയും വേഗം മീരയുടെ വീട്ടിലോട്ട് ആ സ്വർണ്ണമായിട്ട് വാന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുവാണ്. ശ്രുതി പറഞ്ഞതുപോലെ തന്നെ അമ്മ സ്വർണ്ണമായിട്ട് മീരയുടെ വീട്ടിലോട്ട് വന്നിരിക്കുവാണ്. ശ്രുതിയും ഓടി വരുന്നുണ്ട്. അമ്മേ, ഞാൻ പറഞ്ഞതൊക്കെ കൊണ്ടുവന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്. നീ കൂട്ടിവെച്ച സ്വർണ്ണങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാ മോളെ ഇപ്പോൾ ഇത് എടുക്കുന്നത്? ഇത് ആദ്യയുടെ ഭാവിയിൽ ഉപകരിക്കും എന്ന് പറഞ്ഞിട്ട് നീ മാറ്റിവെച്ച സ്വർണ്ണമല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്. അമ്മേ, പക്ഷെ എനിക്കിപ്പോൾ ഒരു അത്യാവശ്യം വേണ്ടി വന്നു. ആദ്യക്ക് ഞാൻ ചെയ്യാതെ ഒന്നും ഇരിക്കാൻ പോകുന്നില്ലല്ലോ, അവനുള്ളത് ഞാൻ ഇനിയും സമ്പാദിച്ചു തരാം, അമ്മ വിഷമിക്കണ്ടെന്ന് പറയുമ്പോഴേക്കും മീര ചോദിക്കുന്നുണ്ട്. എന്താ ശ്രുതി, എന്തിനാ ഇപ്പോൾ ഇത്ര അത്യാവശ്യം നിനക്കെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്. നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ്. ശ്രുതി ഷോറൂമിൻ്റെ GST ഒന്നും അടക്കാതിരിക്കുമായിരുന്നു. അവർ ഓഫീസർമാർ വന്ന് ഇപ്പോൾ കട ഷോറൂം സീൽ ചെയ്ത് പോകും എന്നൊക്കെയാണ് പറയുന്നത്. എത്രയും വേഗം 3 ലക്ഷം രൂപ കെട്ടില്ലെങ്കിൽ ഇതൊക്കെ നടക്കും മീരെ, അതിനാണ് ഞാൻ ഈ സ്വർണം കൊണ്ടുവരാൻ വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എത്രയും വേഗം എനിക്കിത് വെച്ചിട്ട് ആ ക്യാഷ് ഒപ്പിക്കണം മീരെ, നീ വാ, നമുക്ക് എത്ര വേഗം ബാങ്കിൽ പോകാമെന്ന് പറഞ്ഞിട്ട് മീരയും അമ്മയും കൂട്ടിയിട്ട് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇതേ ടൈമിൽ തന്നെ ശ്രുതിയുടെ ഓഫീസിലോട്ട് വീണ്ടും ആ ഓഫീസർമാർ വന്നിരിക്കുവാണ്. പറഞ്ഞ 4 മണിക്കൂർ സമയം കഴിഞ്ഞു, പൈസ റെഡിയാക്കിയോ എന്നൊക്കെ ഇവർ വന്ന് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്. ഇല്ല സാർ, എൻ്റെ വൈഫ് പോയിരിക്കുക, ഇപ്പം വരും എന്ന് പറയുമ്പോഴേക്കും ഇവർക്ക് ദേഷ്യം വരുവാണേ. നിങ്ങൾ പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞു, 4 മണിക്കൂർ സമയം നിങ്ങൾ ചോദിച്ചു, അത് ഞങ്ങൾ തന്നു. ഇനിയും നിങ്ങൾക്ക് സമയം തരാനൊന്നും ഞങ്ങളുടെ കയ്യിൽ ടൈമില്ല, ഞങ്ങൾക്ക് പോയിട്ട് 100 കൂട്ടം പണികളുണ്ട്. എന്നാൽ ഈ നോട്ടീസ് പിടിച്ചു, ഞങ്ങൾ സീല് വെച്ചിട്ട് പോകാൻ പോവുക, സ്റ്റാഫിനോടൊക്കെ പുറത്തിറങ്ങാൻ പറയാമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്. സാർ പ്ലീസ് സാർ, എന്നെ ഇങ്ങനെ അപമാനിക്കല്ലേ, ഈ കട ഇങ്ങനെ സീല് വെച്ച് പോയി കഴിഞ്ഞാൽ അതിലും വലിയ അപമാനം വേറെ വരാനില്ലെന്ന് പറയുമ്പോൾ ഓഫീസർമാർ പറയുന്നുണ്ട്. അപമാനം വരുവാണെങ്കിൽ അതും താൻ മറന്നു കളഞ്ഞേക്ക്, GST അടക്കം മറന്നില്ലേ, അതുപോലെ തന്നെ ഇതും മറക്കുമെന്ന് പറയുവാണ്. ശ്രുതി വീണ്ടും വീണ്ടും അപേക്ഷിക്കുന്നുണ്ട്. സാർ പ്ലീസ് സാർ, സീല് വെക്കല്ലേ, എൻ്റെ വൈഫ് ഇപ്പം വരും എന്നൊക്കെ പറഞ്ഞ് അവരുടെ കാല് പിടിച്ച് കരയുവാണ് ശ്രുതി. പക്ഷേ ഇവരിതൊന്നും കേൾക്കുന്നില്ല. അവർ സീല് വെക്കുമെന്നുള്ള ഒറ്റ രീതിയിൽ തന്നെ ഓഫീസർമാർ പുറത്തോട്ട് ഇറങ്ങുവാണ്. ശ്രുതിയാണെങ്കിൽ ഇവരുടെ പുറകെ കാല് പിടിച്ച് നടക്കുന്നുമുണ്ട്. ഈ ടൈമിൽ നമ്മുടെ ശ്രുതി ഓടി വരുവാണ്. ശ്രുതി എന്തായി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്. ശ്രുതി ഇതേ അവർ സീല് വെക്കാൻ പോവാ, പൈസ റെഡിയായോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്. ശ്രുതി റെഡിയായി, അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്, ശ്രുതി എത്രയും പെട്ടെന്ന് അവർക്ക് ആ ചെക്കായിട്ട് എഴുതി കൊടുക്കുക എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതിക്ക് സമാധാനമാവാണ്. കണ്ടോ സാർ, എൻ്റെ വൈഫ് വന്നു, ഞാൻ ഇപ്പം തന്നെ ചെക്ക് എഴുതി തരാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി ഓടിപ്പോവാണ് ചെക്ക് എടുക്കാൻ വേണ്ടി. ചെക്ക് എഴുതി കൊടുക്കുമ്പോഴേക്കും ഓഫീസർമാർ ചോദിക്കുന്നുണ്ട്. ഇത് ബൗൺസ് ആവത്തൊന്നും ഇല്ലല്ലോ? അപ്പോൾ ശ്രുതി പറയും. ഇല്ല സാർ എന്ന് പറയുമ്പോഴേക്കും ഇവർ പറയുന്നുണ്ട്. ബൗൺസ് ആയി കഴിഞ്ഞാൽ അത് അതിലും വലിയ ഒഫൻസ് ആണ് എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്. ഇല്ല സാർ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, സാറിന് ആ ക്യാഷ് കിട്ടും എന്ന് പറയുമ്പോഴേക്കും ഇവർ പറയും. അടുത്ത പ്രാവശ്യമെങ്കിലും ഇനി പലിശയൊന്നും ഇല്ലാതെ അടക്കാൻ നോക്ക്, ബിസിനസ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ റൂൾസും ടാക്സും എല്ലാം അടക്കണം, ഫോളോ ചെയ്യണം എന്നൊക്കെ ഇവർ നല്ലോണം ഉപദേശിക്കുന്നുണ്ട് ശ്രുതിയെ. എന്നിട്ട് ഓഫീസേഴ്സ് അവിടെ നിന്ന് പോകുമ്പോഴേക്കും ശ്രുതിയെ കെട്ടിപ്പിടിച്ച് ഒരുപാട് നന്ദിയുണ്ട് ശ്രുതി, നീ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ കട സീല് വെച്ച് പോവായിരുന്നു, അതിലും വലിയ അപമാനം എനിക്ക് വരാനില്ല, വീട്ടിലൊക്കെ ഞാൻ നാണം കെട്ട് നിൽക്കേണ്ടി വരുമായിരുന്നു, നീ കറക്റ്റ് സമയത്ത് പൈസ ഒപ്പിച്ചുകൊണ്ടും വന്നു, എൻ്റെ അമ്മ പോലും എനിക്ക് ഈ അത്യാവശ്യത്തിന് പൈസ ചോദിച്ചാൽ തരത്തില്ലായിരുന്നു, പക്ഷെ നീ ഇതൊക്കെ ഒപ്പിച്ചു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്. ശ്രുതി എന്താ ഇത് ശ്രുതിക്ക് വേണ്ടി മാത്രം ചെയ്തതാണെന്ന് പറയുന്നത്? ഈ കട പൂട്ടിപ്പോയാൽ അതിൻ്റെ അപമാനം എനിക്കും കൂടിയല്ലേ എന്നൊക്കെ ശ്രുതി ചോദിക്കുന്നുണ്ട്. ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രുതി മറക്കരുത്, എന്നോടെങ്കിലും അറ്റ്ലീസ്റ്റ് ഇത് വരുമ്പോൾ തന്നെ ഷെയർ ചെയ്യണം എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്. നിന്നെപ്പോലൊരു ഭാര്യയെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണെന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ വീണ്ടും ശ്രുതി കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.